മലയാളികളുടെ വീടിനകത്ത് കണിയൊരുക്കുവാൻ കഞ്ഞിക്കുഴിയിൽ കണ്ണനും കണിവെള്ളരിയും തയ്യാറാകുന്നു. സംസ്ഥാന കർഷക അവാർഡ് ജേതാവ് സാനു ഇത്തവണ വിഷു വിപണി ലക്ഷ്യം വെച്ച് 5 ഏക്കറിലാണ് കണിവെള്ളരിയും അമ്പിളിമത്തനും കൃഷി ഇറക്കിയത്. മലയാളികളുടെ വീടിനകത്ത് കണിയൊരുക്കുവാൻ കഞ്ഞിക്കുഴിയിൽ കണ്ണനും കണിവെള്ളരിയും തയ്യാറാകുന്നു. സംസ്ഥാന കർഷക അവാർഡ് ജേതാവ് സാനു ഇത്തവണ വിഷു വിപണി ലക്ഷ്യം വെച്ച് 5 ഏക്കറിലാണ് കണിവെള്ളരിയും അമ്പിളിമത്തനും കൃഷി ഇറക്കിയത്. വിളവെടുപ്പിനുള്ള ഒരുക്കത്തിലാണ് സാനു. സ്വന്തം വിപണന കേന്ദ്രത്തിലൂടെ വിൽക്കുവാൻ കഴിയും എന്ന വിശ്വാസത്തിലാണ് ഈ യുവ കർഷകൻ. കഞ്ഞിക്കുഴിയിൽ കണിയൊരുക്കാനായിട്ട് കണിവെള്ളരിയും കണിമത്തനും കണ്ണനും ഈ വർഷം പ്രത്യേകതയാണ്. കൃഷ്ണ വിഗ്രഹവും തയ്യാറാണ്. കാരണം പഞ്ചായത്തിൻ്റെയൊക്കെ പ്രോത്സാഹനത്തോടുകൂടി ഒത്തിരി കർഷകരാണ് ഈ വർഷം കഞ്ഞിക്കുഴിയിൽ കൃഷിഭവൻ്റെയും മേൽനോട്ടത്തിൽ കണിയൊരുക്കുന്നതിനായി കണിമത്തനും കണിവെള്ളരിയും ഉൽപ്പാദിപ്പിച്ചിരിക്കുന്നത്. കാരണം കേരളം മൊത്തം കണി വെക്കുവാനുള്ള സാധനങ്ങളാണ് കണിവെള്ളരിയും കണിമത്തനുമാണ് കഞ്ഞിക്കുഴി ഉൽപ്പാദിപ്പിച്ചിരിക്കുന്നത്. ഒരു 3-4 വർഷങ്ങൾക്ക് മുമ്പ് മൈസൂരിൽ നിന്നാണ് ഈ കണിമത്തൻ അതായത് വെള്ളരി നമ്മൾ അന്നേരം ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. പക്ഷേ കണിമത്തൻ വന്നുകൊണ്ടിരുന്നത് അന്യ സംസ്ഥാനത്തു നിന്നാണ് നമ്മളുടെ ഈ സ്വർണ്ണ നിറത്തിലുള്ള കണിമത്തൻ വന്നുകൊണ്ടിരുന്നത്. ആ കാലമൊക്കെ പോയി. അതായത് നമ്മുടെ കഞ്ഞിക്കുഴിയിലെ കർഷകർ സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിച്ച, അതായത് നല്ല വരുന്നതിനെന്ന് വെച്ചാൽ ഇവിടെ വരുമ്പോഴത്തേക്ക് ഓരോ ഡാമേജും കാര്യങ്ങളും അതൊന്നുമല്ല, എങ്ങും തൊടാതെ നിൽക്കണം. കണ്ട ഇത്രയും നല്ല കളറുള്ള ചെറിയതുമായ വെള്ളരിയും കണിമത്തനുമാണ് നമ്മളിവിടെ ഇത്തവണ ഉൽപ്പാദിപ്പിച്ചിരിക്കുന്നത്. ചില സംഘടനകളും സ്വാശ്രയ സംഘങ്ങളും മുൻകൂറായി പണം നൽകി വെള്ളരിയും മത്തനും ബുക്ക് ചെയ്തിട്ടുണ്ട്. സാനുവിനെ കൂടാതെ നിരവധി കർഷകർ കഞ്ഞിക്കുഴിയിൽ കണിവയ്ക്കുവാൻ ആവശ്യമായ പച്ചക്കറികൾ കൃഷി ഇറക്കിയിട്ടുണ്ട്. വിപണി വിഷയമാവാതിരിക്കുവാൻ ഹോർട്ടികോർപ്പിന്റെ സഹായം കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് വഴി പഞ്ചായത്ത് ഉറപ്പാക്കിയിട്ടുണ്ട്. എറണാകുളം നഗരത്തിലും വിപണന കേന്ദ്രമുണ്ട്. കണിയൊരുക്കുവാൻ ഏറെ ആവശ്യമുള്ള കൃഷ്ണവിഗ്രഹവും കഞ്ഞിക്കുഴിയിൽ നിർമ്മിക്കുന്നുണ്ട്. അവർ കുടുംബസമേതമാണ് ഇവിടെ ഉള്ളത്. അവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ കഞ്ഞിക്കുഴി പഞ്ചായത്ത് ഒരുക്കി കൊടുക്കുന്നുണ്ട്. വിഷു വിപണിയാണ് അവർ ലക്ഷ്യം വയ്ക്കുന്നത്. അവർ ഉണ്ടാക്കുന്ന വിഗ്രഹങ്ങളെല്ലാം അതെ, ദേശീയ പാതയോരങ്ങളിലാണ് ഇതിൻ്റെ വിൽപ്പന അവർ ഉദ്ദേശിച്ചിട്ടുള്ളത്. വിഷു വിപണിയിൽ നന്നായി വിറ്റുപോകും എന്നുള്ള ഉറപ്പ് അവർക്കെല്ലാവർക്കും ഉണ്ട്. പഞ്ചായത്തും അവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ, അവരുടെ വിപണി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കുള്ള സഹായങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അന്യ സംസ്ഥാനത്തു നിന്നും കഞ്ഞിക്കുഴിയിലെത്തിയ കുടുംബങ്ങളാണ് കഴിഞ്ഞ 6 മാസമായി കൃഷ്ണവിഗ്രഹം തയ്യാറാക്കുന്നത്. വിഷു പ്രമാണിച്ച് ഇവയെല്ലാം വിൽക്കുവാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഇവർ. ദേശീയ പാതയോരം കേന്ദ്രീകരിച്ചാണ് വിപണനം.